പോഷണമാസാചരണത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നാളിതുവരെ നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തി കഴിഞ്ഞു. തുടർന്നുള്ള ഏതാനും ദിവസങ്ങളിലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ അംഗനവാടികൾ കൂടുതൽ സജീവമാക്കണമെന്നുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും നമ്മൾക്ക് ഓരോ പരിപാടിയിലും പങ്കെടുപ്പിച്ച് കൂടുതൽ ജനപങ്കാളിത്തം ഉറപ്പാക്കണം. അതിൽ നമ്മളെ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രഗ്നൻ്റ് ആണെങ്കിലും ലാക്ടേറ്റിംഗ് ആണെങ്കിലും ഏജ് കുട്ടികളാണെങ്കിലും 6 വയസ്സ് വരെയുള്ള പ്രീ സ്കൂളും അല്ലാത്ത കുട്ടികളൊക്കെ അതിലേക്ക് പങ്കെടുക്കുന്നതിനോടൊപ്പം തന്നെ പുരുഷന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട്, നാട്ടിലുണ്ട്. ഇവരൊക്കെയാണ് ഇതിലേക്ക് പങ്കെടുപ്പിക്കേണ്ടത്. കാരണം പോഷൻ മായയുടെ തീമിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മെൻസ്ട്രീമിംഗ് എന്നുള്ളത്, അതായത് പുരുഷ പങ്കാളിത്തം കൊണ്ടുവരിക എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി നമ്മുടെ വകുപ്പിലൂടെ നടത്തി വരുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളിയാണ് ഈ പുരുഷന്മാരെന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന സേവനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളെ പുരുഷന്മാർ കൂടി അറിഞ്ഞിരിക്കണം. അതായത് ബോധവൽക്കരണ പരിപാടികളിലൊക്കെ തന്നെ അവരുടെ പങ്കാളിത്തം കൂടി ഉറപ്പാക്കണം എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞു വെക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പോഷൻ മായ്ക്ക് കൃത്യമായി 6 തീമുകളാണ് ഇപ്രാവശ്യമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീമാണ് മെൻസ്ട്രീമിംഗ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. രണ്ടാമത് വരുന്നത് കൺവർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്നുള്ളൊരു തീമാണ്. ഈ തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അടുത്ത പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. നമുക്കറിയാം പോഷണ മാസക്കാലം എന്ന് പറയുന്നത് 30 ദിവസക്കാലം നിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ ഒരുപാട് ശനിയും ഞായറും ഒഴിവുകളൊക്കെ വരുന്നുണ്ടെങ്കിലും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ പോഷണ മാസക്കാലമായി നമ്മൾ ആചരിക്കുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ച ടീച്ചർമാരെ ബുദ്ധിമുട്ടിക്കുകയല്ല, പകരം നമ്മൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു നിർദ്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്താൽ മാത്രം മതിയാവും. നമ്മളെ പ്രവർത്തനങ്ങൾ അന്ന് നടക്കും. അന്ന് നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് രേഖപ്പെടുത്താനും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കുറേയധികം കുട്ടികളെ, പ്രത്യേകിച്ച് ഏജ് കുട്ടികളെയും സ്കൂളിൽ പോകുന്ന കുട്ടികളെയും ഒന്നും തന്നെ നമ്മൾക്ക് അംഗൻവാടി സമയങ്ങളിൽ മറ്റ് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് അവരെ മാറ്റി നിർത്താനും കഴിയില്ല. ആയതുകൊണ്ടാണ് അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് ഏജ് കുട്ടികൾക്കും 3 to 6 സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇനി വരുന്ന രീതി നമ്മൾ നടത്തേണ്ടത്. അംഗൻവാടിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണെങ്കിലും അന്ന് അംഗൻവാടി ഇല്ല, പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും തലേ ദിവസം അല്ലെങ്കിൽ ഈ സെഷൻ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അവരിലേക്ക് എത്തും. അത് കൃത്യമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ അവരുടെ എല്ലാ പങ്കാളിത്തവും നമ്മൾക്ക് തിരിച്ചും ഉണ്ടാവും എന്നുള്ളതൊരു സംശയവുമില്ല. കാരണം അത്രമേൽ പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണമാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനാന്തോളനിൽ നാളിതുവരെ കയറി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു അംഗൻവാടിയും ഒരു പ്രവർത്തനത്തിലും പുറകിൽ നിൽക്കാത്ത രീതിയിലുള്ള പ്രവർത്തനം തുടർന്നും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക, അതിന് നേതൃത്വം കൊടുക്കണം എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഞായറാഴ്ച നടത്തേണ്ട പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറയുന്നത് കൺവർജൻസ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്ന തീമിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്. ആയതുകൊണ്ട് തന്നെ നമ്മൾ അന്ന് തീമാക്കി എടുത്തിട്ടുള്ളത് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതായത് നമ്മൾക്കറിയാം നമ്മളുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രയാസം, വിഷമെന്ന് പറയുന്നത് പൊല്യൂഷനാണ്. അപ്പോൾ ഈ മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാം? ഒരുപാട് മലിനീകരണങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ്. ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന ഒരു മത്സരമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ ഏജ് കുട്ടികളെയും അല്ലാത്ത സ്കൂൾ ഗോയിങ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും. നമുക്ക് വിഷയം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനമാണ്. അപ്പോൾ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ ഞായറാഴ്ച നടത്തേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണ് നടത്തേണ്ടത്, അത് ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു വിഷയം കൊടുക്കുന്നത് പ്ലാസ്റ്റിക് ഫ്രീ വേൾഡ് എന്നോ, സേ നോ ടു പ്ലാസ്റ്റിക്, റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, അങ്ങനെ എന്തെങ്കിലും ഒരു സന്ദേശം നമ്മൾ കൊടുത്തുകൊണ്ടായിരിക്കണം പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുക്കേണ്ടത്. അപ്പോൾ ടീച്ചർ കൃത്യമായിട്ട് ഒരു വിഷയം കൊടുക്കുമ്പോൾ കുട്ടികളെ പോസ്റ്റർ തയ്യാറാക്കൽ മത്സരമാണ് ഞായറാഴ്ച, ഇന്ന ആൾക്കാർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം എന്നുള്ള നിർദ്ദേശം കൊടുക്കുക. അപ്പോൾ അതിനൊരു വിഷയം നമ്മൾ കൊടുക്കണം. ആ വിഷയം നമുക്ക് പ്ലാസ്റ്റിക് ഫ്രീ വേൾഡ് എന്നുള്ള ഒരൊറ്റ ഒരു വിഷയം കൊടുക്കുക. അല്ലെങ്കിൽ സേ നോ ടു പ്ലാസ്റ്റിക്, അല്ലെങ്കിൽ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു സന്ദേശം അവർക്ക് കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവും ഏത് പോസ്റ്ററാണ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ടീച്ചർക്ക് വീണ്ടും അവരിലേക്ക് ഒരു ഹിൻ്റായിട്ട് കൊടുക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രാധാന്യം പോസ്റ്ററിൽ വ്യക്തമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കാം. ഒപ്പം തന്നെ അതിൽ കൊടുക്കുന്ന സന്ദേശം വളരെ ലളിതമായിരിക്കും. അതായത് വളരെ വലിയ വാചകങ്ങളൊന്നും ഇല്ലാതെ ചുരുങ്ങിയ വാചകം കൊണ്ട് പോസ്റ്റർ ഭംഗിയാക്കാമെന്നുള്ളത്. അതായത് കുറച്ചുകൂടി ക്യാപ്ചിയായ രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കുന്നതിന് വേണ്ടി യൂസ് ക്ലോത്ത് ബാഗ്സ് എന്നോ, സ്റ്റോപ്പ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്നോ, എന്തെങ്കിലും ഒരു താഴെ ഒരു
ഒരു ക്യാപ്ചർ കോഡ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് പോസ്റ്റർ ഭംഗിയായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഹിൻഡ് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ എളുപ്പത്തിൽ പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു സൗകര്യം കൂടി അവർക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സൃഷ്ടിപരമായിട്ടുള്ള അവതരണമാണ്. അതായത് ചിത്രമായിട്ടോ കാർട്ടൂണ്, ചിഹ്നങ്ങൾ എന്നിവ കൊണ്ട് വിഷയം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിവുണ്ടാകണം. അങ്ങനെയായിരിക്കണം ഒരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. അതിൽ പ്ലാസ്റ്റിക് കാരണമായിട്ടുള്ള ദോഷങ്ങൾ എന്താണ്, കടൽ മലിനീകരണം, മൃഗങ്ങൾക്കുള്ള അപകടം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ ചിത്രീകരിക്കുക പോസ്റ്ററിൽ. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ എന്താണ് വിഷയം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭാഗമാണ് നിറങ്ങൾ എന്ന് പറയുന്നത്. പ്രകൃതിയെ പ്രതിനിധീകരിക്കുന്ന പച്ചയും നീലയും പോലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്റർ കൂടുതൽ ഭംഗിയും അതിനുള്ള അർത്ഥവും നമ്മളിലേക്ക് പറഞ്ഞു തരും എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് മലിനീകരണം കാണിക്കുമ്പോൾ ഇരുണ്ട നിറങ്ങൾ ഉപയോഗിച്ച് ഭീഷണിയുള്ള ഭാവം കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ സാമൂഹിക സന്ദേശം കൂടി വിളിച്ചോതുന്ന രീതിയിലുള്ള പോസ്റ്റർ ആയിരിക്കണം തയ്യാറാക്കേണ്ടത് എന്നുള്ള നിർദ്ദേശം കൂടി നിങ്ങൾ കൊടുക്കുക. പോസ്റ്റർ കാണുന്നവരെ പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പ്രേരിപ്പിക്കണം. ആ രീതിയിലായിരിക്കണം പോസ്റ്ററുകൾ തയ്യാറെടുത്ത് വരേണ്ടത്. ഒപ്പം കുട്ടികൾക്കും സാധാരണ ആളുകൾക്കും മനസ്സിലാകാൻ എളുപ്പമായിട്ടുള്ള രീതിയിൽ, നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്യാപ്ചർ കോഡ് രീതിയിൽ, ചെറിയ രീതിയിൽ തന്നെ ആ കാര്യങ്ങൾ വലിയ സന്ദേശം അതിലുണ്ട് എന്ന് തോന്നിക്കും വിധമായിരിക്കണം പോസ്റ്റർ തയ്യാറാക്കേണ്ടത്. ഒപ്പം തന്നെ അതിന് സൗന്ദര്യവും ഒപ്പം വ്യക്തതയും അതിൽ ഉണ്ടാവണം എന്നുള്ളത്. എഴുത്തൊക്കെ വായിക്കാൻ എളുപ്പമാവണം. ഒപ്പം ചിത്രം സന്ദേശം പകരുന്ന രീതിയിലായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ചെറിയ സ്ലോഗൻ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ ക്യാപ്ചർ സ്ലോഗനൊക്കെ അതിലേക്ക് വെക്കുക. പ്ലാസ്റ്റിക് ഫ്രീ ലൈഫ് ഈസ് ഈക്വൽ ടു ഹെൽത്തി ലൈഫ് എന്നും, റിഡ്യൂസ് ടുഡേ സേവ് ടുമാറോ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കുന്ന പോസ്റ്റർ നല്ല രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തിക്കാനും അതിലുള്ള സന്ദേശം പെട്ടെന്ന് മനസ്സിലാക്കാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല പോസ്റ്ററുകളെ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോൺസർഷിപ്പ് വഴി ചെറിയൊരു സമ്മാനം കൂടെ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ സമ്മാനം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ തയ്യാറാക്കിയ ആ പോസ്റ്ററുകളിൽ നിന്ന് നല്ല പോസ്റ്ററുകളെടുത്ത് നമുക്ക് അംഗൻവാടികളിൽ ഒട്ടിച്ച് പ്രദർശിപ്പിക്കാനും കഴിയും. അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരം കൂടിയായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കൂടുതൽ ആളുകളെ അല്ലെങ്കിൽ കുട്ടികളെ ഈ പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മളെ പോഷന്മാരുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായി ടീച്ചർമാർ ചെയ്യുക. അപ്പോൾ ഇന്ന് നടത്തിയ പ്രവർത്തനം, അതായത് നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുന്നത് പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ജനാന്തോളനിൽ വരുന്ന തീമും ആക്ടിവിറ്റിയും എന്തൊക്കെയാണ് എന്നുള്ളത് ടീച്ചർമാർ കൃത്യമായി മനസ്സിലാക്കി ആയത് പ്രവർത്തനം കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് തന്നെ നിങ്ങളത് മാർക്ക് ചെയ്ത് അവസാനിപ്പിക്കുക. അപ്പോൾ ജനാന്തോളന ആക്ടിവിറ്റിയിലെ തീമും മറ്റുള്ള പ്രവർത്തനങ്ങളും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നറിയുന്നതിന് തുടർന്ന് കാണുക. നമുക്ക് അംഗൻവാടി തലത്തിൽ അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ഈ കാണുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് ലോഗിൻ എന്ന് കാണുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആക്ടിവിറ്റി പാർട്ടിസിപ്പേഷൻ ഫോം എന്ന ഈ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പോഷന്മ എന്ന് തന്നെയാണ്. തീം എന്നുള്ളത് സെലക്ട് തീം കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ തീം എന്ന് പറയുന്നത് കൺവെർജൻ ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഓർഗനൈസറാണ്, അത് MOWC തന്നെയാണ്, അതവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ബ്ലോക്കാണ്, ആ ബ്ലോക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നമ്മൾ AWC എന്ന് മാറ്റണം. അതിന് ഈ കാണുന്ന AWC ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു കോളം കൂടി ആഡ് ചെയ്ത് വരും. അവിടെ സെലക്ട് AWC എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റിന് കീഴിലുള്ള മുഴുവൻ സെൻറ്ററുകളുടെ ലിസ്റ്റും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് നമ്മുടെ സെൻറ്റർ കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആക്ടിവിറ്റിയാണ്, ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ടിവിറ്റിയാണ് നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ടത്. അതായത് ഓരോ തീമിനെ അടിസ്ഥാനപ്പെടുത്തി ഒരുപാട് ആക്ടിവിറ്റികൾ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അനുയോജ്യമായിട്ട് വരുന്ന തീമുകൾ, ആക്ടിവിറ്റികൾ, അതെല്ലാം കൃത്യമായി സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ 5 ആക്ടിവിറ്റികൾ നമുക്ക് ഒരു ദിവസം ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകും തീം നമ്മൾ പറഞ്ഞു കൺവെർജൻസ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷനാണ്. അതേപോലെ തന്നെ പ്രവർത്തനം എന്ന പോസ്റ്റർ മേക്കിംഗ് ആണ്, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവയർനെസ് ഓൺ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് റിഡക്ഷൻ ആൻഡ് വേസ്റ്റ് സെഗ്രിഗേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മളിത് ആക്ടിവിറ്റിയെ സെലക്ട് ചെയ്തു. അതിനുശേഷം
ഇവൻറ്റ് ഡേറ്റാണ്. നമ്മൾ ഞായറാഴ്ചത്തെ ഡേറ്റ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുത്തു. അതിനുശേഷം പാർട്ടിസിപ്പേഷൻ ഡീറ്റെയിൽസ്, എത്ര ആളുകളാണ് നമ്മളുടെ ഇന്നത്തെ പോസ്റ്റർ മേക്കിംഗ് പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ ഇവിടെ മെയിൽ എത്ര, ഫീമെയിൽ എത്ര എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എത്ര പേര് പങ്കെടുത്തു എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെയിൽ എത്ര, ഫീമെയിൽ എത്ര എന്നുള്ളത് നമുക്ക് മാർക്ക് ചെയ്യാൻ സാധിക്കും. അതിനെല്ലാം ഉപരി നമ്മളുടെ ഗുണഭോക്താവായിട്ടുള്ള ഏജ് കുട്ടികൾ എത്ര പേര് ഈ പരിപാടിയിൽ പ്രമായിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് ഇവിടെ എണ്ണം രേഖപ്പെടുത്തി, കൃത്യമായിട്ടുള്ള എണ്ണം തന്നെ നിങ്ങൾക്ക് രേഖപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ അപ്ലോഡ് ഫോട്ടോ എന്ന് കാണുന്ന ഈ ഭാഗത്ത് ബ്രൗസ് ഫോട്ടോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ നിന്നും പോസ്റ്റർ തയ്യാറാക്കിയത് നമ്മൾ വാട്സപ്പ് വഴി കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം നമ്മളുടെ ഗാലറിയിൽ സേവ്ഡ് ആയിരിക്കും. ആ ഓരോ ഫോട്ടോസാണ് നമ്മളിവിടെ നിന്ന് അപ്ലോഡ് ചെയ്തെടുക്കേണ്ടത്. കൊളേഷ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഓരോ പോസ്റ്ററോ ടീച്ചേഴ്സിന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഒരു ദിവസം 5 ആക്ടിവിറ്റിയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അതിനനുസരിച്ച് ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൊളേഷ് ആക്കി ഒരു 5 എണ്ണമാക്കി വെച്ച് അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റർ മേക്കിംഗ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്കവിടെ ചുരുക്കം കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം സബ്മിറ്റ് ബട്ടനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തീം ഒന്ന് തന്നെയാണ്, അതിൽ മാറ്റമില്ല. അതിനുശേഷം ആക്ടിവിറ്റി എന്ന് കാണുന്നത് രണ്ടാമത് ആക്ടിവിറ്റി നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുക പ്ലെഡ്ജ് ഓൺ എൻവിറോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നമുക്ക് കൊടുക്കുക. അതായത് പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രതിജ്ഞ ചൊല്ലുന്ന പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നതെങ്കിൽ അത് നമുക്ക് ആക്ടിവിറ്റി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിൻ്റെ എല്ലാ പാർട്ടിസിപ്പൻസിൻ്റെ വിവരങ്ങളൊക്കെ സേവ് ചെയ്തതിന് ശേഷം ഫോട്ടോ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, അതായത് 5ാമത് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡ്രൈവ് ടു മാപ്പ് AWC വിത്ത് നിയർ ബൈ പ്രൈമറി സ്കൂൾ അത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ അംഗൻവാടി പ്രമിസസ് ക്ലീനിങ് ആക്ടിവിറ്റിയെ സെലക്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ എൻവറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ കൺവർജൻസ് ആക്ഷൻ ആൻഡ് ഡിജിറ്റൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന തീമുകളാണ്. ഇതൊക്കെ തന്നെ അതായത് നമ്മൾ ഞായറാഴ്ച നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെയാണ് അനുയോജ്യമായിട്ടുള്ള ആക്ടിവിറ്റി അതൊക്കെ തന്നെ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് സബ്മിറ്റ് ബട്ടൺ കൊടുത്ത് അവസാനിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തീമും ആക്ടിവിറ്റിയും ജൻ ആന്തോളൻ ഡാഷ്ബോർഡിലേക്ക് രേഖപ്പെടുത്തേണ്ടത്. താങ്ക് യു.